Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവേ ആരാധന. കർത്താവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ ശാലോം ശുശ്രൂഷയിലൂടെ കർത്താവായ ഈശോ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, നിങ്ങളുടെ ആകുലതകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സാധിക്കുന്നവർക്കൊക്കെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച മക്കളെ. ഭവനങ്ങളിലൊക്കെ ഉള്ളവര്, കിടപ്പ് രോഗികള്, ഏതെങ്കിലും നിയോഗങ്ങൾ പ്രത്യേകം വെച്ച് പ്രാർത്ഥിക്കുന്നവര്, ഡെലിവറൻസ് ആഗ്രഹിക്കുന്നവര്, സൗഖ്യാനുഭവങ്ങൾ ആഗ്രഹിക്കുന്നവര് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഭവനങ്ങൾ മുഴുവൻ സ്തുതിക്കട്ടെ. സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ ചേർത്ത് പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവര് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് 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 ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനും രക്ഷകനുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഏത് ആകുലതകൾക്ക് ഇടയിൽ നിന്നും, ഏത് മഹാമാരിയിൽ നിന്നും, എല്ലാ മഹാമാരിയിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയേ, ഈശോയേ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഈശോയേ, അങ്ങയുടെ നാമത്തിന്റെ അധികാരത്തിന്റെ ശക്തിയാ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരുമിച്ച് ചേർന്ന് ഈശോയെ അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വിടുതലിന്റെ, സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. വചനാഭിഷേകം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും ശാന്തമായിട്ട് ഇരുന്നേ മക്കളെ. നല്ലൊരു അഭിഷേകത്തോടെ നമ്മൾ ഈ ധ്യാനം ആരംഭിക്കുകയാണ്. കർത്താവായ ഈശോ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അച്ഛൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഏത് ദുരന്തമാണെങ്കിലും, കടബാധ്യതകളാണെങ്കിലും, അസ്വസ്ഥതകളാണെങ്കിലും കർത്താവായ ഈശോ എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുക. പറഞ്ഞേ ആമേൻ, ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 28-29 വചനങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. കർത്താവ് ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുവിൻ. അതായത് അത്തിമരത്തിൻ്റെ ഇലകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതായത് ഒരു മരത്തിന്റെ ഇലകൾ ഇളതായി തളിർക്കുമ്പോൾ നമുക്കറിയാം അത് വേനൽക്കാലം അടുത്തിരിക്കുകയാണ്. വചനം പറയുകയാണ്, ഇങ്ങനെയുള്ള അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ നമ്മുടെ വാതിൽപ്പടിയിൽ എത്തിയിരിക്കുന്നു എന്ന് ഗ്രഹിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടും നാം കണ്ണോടിക്കുമ്പോൾ ഈ ലോകത്ത് കാണുന്ന അടയാളങ്ങൾ കണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തെ നവീകരിക്കാനുള്ള വലിയൊരു വിളിയാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പ്രൈസ് ദ ലോർഡ്. Praise the Lord. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് സംഭവിക്കുന്നത്? ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ശ്വാസം പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന അടയാളങ്ങളുടെ അർത്ഥം എന്തെന്ന് അന്വേഷിക്കുകയാണ്. നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയുമൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച് നമ്മളെല്ലാം വെട്ടിപ്പിടിച്ചവരാണ്. നമ്മൾ വിമാനം ഉണ്ടാക്കിയവരാണ്, നമ്മൾ ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കിയവരാണ്, നമ്മൾ മനുഷ്യരെ ചന്ദ്രനിലേക്ക് വിട്ടവരാണ്, നമ്മൾ വലിയ വീടുകൾ പണിതവരാണ്, വലിയ വാഹനങ്ങൾ ഉണ്ടാക്കിയവരാണ്, അണുവായുധങ്ങൾ ഉണ്ടാക്കിയവരാണ്. അങ്ങനെ ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ നേടിയെടുത്തു. നമ്മൾ വിചാരിച്ചു നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന്. ഇത് ടൈറ്റാനിക്കിലെ ജനങ്ങളെ പോലെയായിരുന്നു. ടൈറ്റാനിക്കിൽ യാത്ര ചെയ്ത ജനങ്ങളും ടൈറ്റാനിക് നിർമ്മിച്ചവരും അവരിപ്രകാരം ചിന്തിച്ചു, ഇത് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ ടൈറ്റാനിക്കിന് ഒന്നും സംഭവിക്കില്ല. ദൈവം വിചാരിച്ചാൽ പോലും ഈ ടൈറ്റാനിക്കിനെ തകർക്കാൻ സാധിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ടൈറ്റാനിക്കിൻ്റെ ചരിത്രം നമുക്കറിയാം. മഞ്ഞുമലയുടെ ഒരു അഗ്രം തട്ടി അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ആഴ്ന്ന് ഇല്ലാതായിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമ്മൾ ഓർത്തു ഈ ലോകത്തൊന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ ഭയങ്കര ശക്തരാണ്, ബാബേൽ ഗോപുരം പണിതുയർത്തിയവരെ പോലെയാണ്, നമുക്ക് ദൈവത്തെ വേണ്ട, നമുക്ക് പള്ളി വേണ്ട, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ ശക്തനാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ വൈറസ്, സോപ്പ് വെള്ളം കൊണ്ട് കഴിയാൽ പോലും ഇല്ലാതാകുന്ന വൈറസ്, കൊറോണ എന്ന മഹാമാരി ഇന്ന് മാനവകുലത്തെ മുഴുവൻ നിശ്ചലമാക്കിയിരിക്കുകയാണ്. നാം എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നമ്മുടെ വിമാനങ്ങൾ കൊണ്ടോ നമ്മുടെ ഉപഗ്രഹങ്ങൾ കൊണ്ടോ നമ്മുടെ ശാസ്ത്രം കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തളർന്നിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. ഒരു വിളി വിളിച്ച് ഈശോയേ, 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 ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ ആകുലതകളിലേക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, എന്റെ ഈശോയേ, എന്റെ ഈശോയേ, അവിടുന്ന് കടന്നു വരണമേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവർ, നമ്മൾ വലിയ പള്ളികളൊക്കെ പണിതു, കോടികൾ മുടക്കി പള്ളികളൊക്കെ പണിതു. ഇന്ന് നമ്മൾ പള്ളികൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ദിവസങ്ങളിലൊക്കെ കുർബാന ചൊല്ലുമ്പോൾ ഒട്ടുമിക്ക വൈദികരുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ്. കാരണം മുൻപിലുള്ള നീലറുകളും ബെഞ്ചും ഡെസ്കുകളും മാത്രമാകുമ്പോൾ ഓരോ വൈദികനും നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് എൻ്റെ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുർബാന അർപ്പിക്കുന്നത്. എന്ത് പറ്റി ഈ ലോകത്തിന്? നമ്മുടെ കുടുംബങ്ങളുടെ സ്ഥിതി എന്താണ്? വിശുദ്ധമായി കരുതിയിരുന്ന നമ്മുടെ കുടുംബങ്ങളിൽ അപജയങ്ങള്, ഭിന്നതകള്, കലഹങ്ങള്, സംശയങ്ങള്, വലിയ തകർച്ചയുടെ വക്കിലല്ലേ പല കുടുംബങ്ങളും. എന്ത് പറ്റി നമ്മുടെ യുവജനങ്ങൾക്ക്? യുവജനങ്ങളിൽ ബഹുഭൂരിപക്ഷം പേര് മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമകളാകുന്നു. ആണും പെണ്ണും വ്യത്യാസമില്ല. ലോകം മുഴുവനും മഹാമാരിയേക്കാൾ രൂക്ഷമായ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ യുവജനങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഹൈപ്പർ ടെൻഷൻ, ഡിപ്രഷൻ, വിഷാദം, നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ കോപം. ഇപ്പം ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ഓർത്തും നമ്മൾ വളരെയധികം വിഷമിക്കുകയാണ്. ഇനി ആത്മഹത്യകൾ പെരുകുന്നു.
ഇന്നിപ്പോ എന്തിനേറെ പറയുന്നു, പുരോഹിതന്മാരും മതനേതാക്കന്മാർ വരെ ആത്മഹത്യകൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ആകെ ഉത്തരം കിട്ടാതെ വിറങ്ങലിച്ച് നിൽക്കുക. ഈ മഹാമാരിക്കിടയിലും മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ്. വംശീയ വിദ്വേഷങ്ങള്, വർഗീയതകള്, മണ്ണിൽ മക്കൾ സങ്കുചിത മനോഭാവങ്ങള്, അതിർത്തി തർക്കങ്ങള്. സത്യത്തിൽ ലോകത്തിന് എന്താ സംഭവിച്ചത്? ഈ കാലഘട്ടത്തിൽ ഡെലിവറൻസിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വചനപ്രഘോഷകർ, ഒട്ടുമിക്ക വചനപ്രഘോഷങ്ങളും പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ ലോകത്ത് ഇരുള് ബാധിച്ചിരിക്കുന്നു, ഇരുട്ട് ബാധിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഭൂമിയെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ്, ലോകത്തെ ദൈവം രൂപം കൊടുക്കുന്നതിന് മുൻപ് വചനം പറയുന്നുണ്ടല്ലോ, ഇവിടെ ക്രമരാഹിത്യമായിരുന്നു, ഇരുട്ടായിരുന്നു. ഇന്ന് ഡെലിവറൻസിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒട്ടുമിക്ക വൈദികരും മറ്റ് ശുശ്രൂഷകരൊക്കെ പറയുന്നത്, ഈ ലോകത്തെയും വ്യക്തികളെയും ഇരുട്ട്, നിഴല് ബാധിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ നല്ലൊരു ഡെലിവറൻസ് ഈ ലോകത്തിന് ആവശ്യമാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച ഈശോയേ, 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 എന്നെയും എന്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ഇരുളിനെയും, എല്ലാ ഇരുട്ടിനെയും, എല്ലാ നിഴലുകളെയും ബന്ധിക്കണമേ, ബഹിഷ്കരിക്കണമേ, ശാസിക്കണമേ. ഈശോയേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് ഈ ലോകത്തിന് നൽകണമേ. മഹാമാരിയിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എനിക്ക് 2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കോഴിക്കോട് ടൗണിലെ വലിയൊരു സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ അധ്യാപകരായ 2 സിസ്റ്റർമാരും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളും എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സംഭവം ഇതാണ്: ആ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച് കുഞ്ഞിൻ്റെ ഒരു ബന്ധു ബസ്സിൻ്റെ ടയർ കയറി കൊല്ലപ്പെട്ടു, മരണമടഞ്ഞു. ഇത് കണ്ട് കുഞ്ഞ് പേടിച്ച്, പിന്നെ കുഞ്ഞിന് ഇതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായി മാറി. ആ ഡോക്ടർമാരെ കാണിച്ചു, പല വിധത്തിലുള്ള ചികിത്സകൾ നടത്തി. ആ മാതാപിതാക്കൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ കുഞ്ഞിനൊരു മാറ്റവുമില്ല. അങ്ങനെ കുഞ്ഞിൻ്റെ അധ്യാപകരായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. എൻ്റെ അനുഭവം ഇതാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ശക്തമായ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ നടത്തിയപ്പോൾ ഞാനടക്കം അവർ 4 പേര് ഞങ്ങളെല്ലാവരും കണ്ടതാണ്, ഈ കുഞ്ഞിൽ നിന്ന് ഒരു നിഴല്, ഒരു ഇരുട്ട് വിട്ടുമാറുന്നതായിട്ടാ. അതേവരെ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നവള്, അതേവരെ സുബോധത്തോടെ പെരുമാറാതിരുന്നവള്, ആ നിമിഷം സുബോധത്തോടെ പെരുമാറുവാനും ഞങ്ങൾക്ക് സ്തുതി നൽകിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് പോയി. വേറൊരു സംഭവം, എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു പോളിടെക്നിക് അധ്യാപകൻ്റെ ഒരു കുഞ്ഞിനെ കുറിച്ചാണ്. ഈ കുഞ്ഞും ഒരു 5 ദിവസമായിട്ട് വിട്ടുമാറാതെ കുഞ്ഞ് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ മാഷ് കുഞ്ഞിനെയും കൂട്ടി ആശുപത്രി കൊണ്ടുപോയി. 5 ദിവസത്തോളം കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. രാത്രിയും പകലും കുഞ്ഞ് കരയുന്നു. കുഞ്ഞ് അല്പനേരം ഉറങ്ങുന്നത് തന്നെ അവർ ഉറക്ക ഗുളിക കൊടുക്കുമ്പോൾ മാത്രമാണ്. ഉണരുമ്പോൾ കുഞ്ഞ് അലറുന്നു, കരയുന്നു, വളരെ അസ്വസ്ഥതയാണ്. അവസാനം ഡോക്ടർമാർ പറഞ്ഞു, സഹോദരങ്ങളെ നിങ്ങളിനി ഭവനത്തിൽ കൊണ്ടുപോയിക്കോളൂ, പതുക്കെ കുഞ്ഞിന് സൗഖ്യം കിട്ടിക്കോളും. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ പോളിടെക്നിക്കിലെ അധ്യാപകൻ വളരെ നല്ല ഭക്തനായ ഒരു മനുഷ്യനാണ്, ഒരു കരിസ്മാറ്റിക് ശുശ്രൂഷകനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് കത്തോലിക്ക സഭയിലെ ഒരു വൈദികന്റെ ആശീർവാദത്തിലൂടെ എൻ്റെ കുഞ്ഞിന് ഡെലിവറൻസ് കിട്ടും. അത് വിശ്വസിച്ചുകൊണ്ടാണ് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്കന്ന് ലഭിച്ചത്. ആ മാതാപിതാക്കളോട് ചേർന്ന് കുഞ്ഞിന് വേണ്ടി ശക്തമായി കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച്, കർത്താവായ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ
അത്ഭുതകരമായ ഡെലിവറൻസ് അവിടെ ലഭിച്ചു. ആ ഡെലിവറൻസിൻ്റെ അടയാളം ഞങ്ങൾ കണ്ടത് ഈ കുഞ്ഞിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇരുട്ട്, ഒരു നിഴല് കുഞ്ഞിൽ നിന്ന് വിട്ടുമാറുകയാണ്. അതേവരെ അലറി കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് വളരെ ശാന്തമായിട്ട് ചിരിക്കാനും അപ്പനും അമ്മയും കെട്ടിപ്പിടിക്കുവാനും അവർക്ക് ഉമ്മ കൊടുക്കുവാനും ഒക്കെ കുഞ്ഞ് വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ ആ ഡെലിവറൻസിൻ്റെ വചന ശുശ്രൂഷകർ, ഇതെൻ്റെ മാത്രം അനുഭവമല്ല, ഈ കാലഘട്ടത്തിലെ പല വചന പ്രഘോഷണങ്ങളിലും കേൾക്കുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യരിൽ നിന്ന് പല വിധത്തിലുള്ള ഇരുട്ട് വിട്ടുമാറുന്നതായിട്ട് കാണുന്നു. അപ്പം അതിനർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ബൈബിളിൽ സംബന്ധിച്ചിടത്തോളം ഇരുട്ട്, നിഴലെന്ന് പറയുന്നത് അത് മരണത്തിൻ്റെ അടയാളമാണ്, അത് ശാപത്തിൻ്റെ അടയാളമാണ്, അത് ദുർമോഹങ്ങളുടെ അടയാളമാണ്, അത് സ്വാർത്ഥതയുടെ അടയാളമാണ്, അത് പകയുടെ അടയാളമാണ്. ഈ കുഞ്ഞുങ്ങളിലൊക്കെ അതുണ്ടായിരുന്നെന്നല്ല, നാം മാനവകുലത്തിൻ്റെ മേല് സാത്താൻ ആവസിച്ചു എന്നതിൻ്റെ അടയാളമായി പരസ്പരമുള്ള വഴക്കുകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, മഹാമാരികൾ, രോഗപീഠകൾ, ഇതുമൂലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരാശി മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുക. ഇനി എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു സംഭവമുണ്ട്. ദുർമരണത്തെ തോൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലാണ് ആ സംഭവമുള്ളത്. ആ വചനം പ്രകാരം പറയുന്നുണ്ട്, ഉൽപ്പത്തി 21:17, കുഞ്ഞ് ഉറക്കെ നിലവിളിച്ചു, അപ്പോൾ സ്വർഗം കുഞ്ഞിൻ്റെ നിലവിളി കേട്ടു, ദൈവം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ സംഭവം യഥാർത്ഥത്തിൽ സാറയുടെയും അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെയും അബ്രഹാമിൻ്റെ ദാസിയായിരുന്ന ഹാഗാറിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഇവിടെ ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീയും സാറ എന്ന് പറയുന്ന സ്ത്രീയും തമ്മിലുള്ള ഭിന്നതയുടെയും കലഹത്തിൻ്റെയും സ്വത്തിനു വേണ്ടിയുള്ള പിടിവലിയുടെയും പിന്തുടർച്ച അവകാശത്തിന് വേണ്ടിയുള്ള പിടിവലിയുടെയും കഥയാണ് ആ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ സാറയ്ക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ, സാറയ്ക്ക് ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറായിലുള്ള പകയും സ്വാർത്ഥതയും പിന്തുടർച്ച അവകാശത്തിന് വേണ്ടിയുള്ള പിടിവലിയും ഉടലെടുത്തു. ഇതിൻ്റെ ഫലമായിട്ട് വചനം പറയുന്നുണ്ട്, സാറ അബ്രഹാത്തിനോട് കൽപ്പിക്കുകയാണ്, ഹാഗാറിനെയും കുഞ്ഞിനെയും ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കുന്നു, ദൈവം കുഞ്ഞിനെ നോക്കി ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഹാഗാറിനെയും ഹാഗാറിൻ്റെ പുത്രൻ ഇസ്മായിലിനെയും അബ്രഹാത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെ നോക്കി സ്വർഗം ചിരിക്കുന്നതിന് പകരം ദൈവശാസ്ത്ര പണ്ഡിതന്മാർ എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിൻ്റെ മുഖം വാടി, സ്വർഗത്തിന് സങ്കടമായി. പിന്നീട് നാം വായിക്കുന്നുണ്ട്, ഹാഗാറും കുഞ്ഞും മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അവസാനം തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു പോയപ്പോൾ തൻ്റെ കുഞ്ഞ് പട്ടിണി കിടന്ന്, തൻ്റെ കുഞ്ഞ് ചൂടേറ്റ് ദുർമരണത്തിന് അടിമപ്പെടുന്നത് കാണാൻ ശക്തിയില്ലാതെ ഹാഗാറ് കുഞ്ഞിനെ ഒരു കുറ്റിച്ചെടിയുടെ അടിയിൽ വെച്ച് മാറി നിന്ന് നിലവിളിച്ചപ്പോൾ വിശന്ന് പൊരിഞ്ഞ് മരണത്തോട് മല്ലടിച്ച കുഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. വചനം പറയുകയാണ്, ആ നിലവിളി സ്വർഗം കേട്ടു. അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. ദൈവം തന്നെ ഹാഗാറിനോട് പറഞ്ഞു, ഹാഗാറേ, നീ ഭയപ്പെടേണ്ട, നിന്റെ കുഞ്ഞിന് പിന്തുടർച്ച അവകാശമില്ലെങ്കിലും, അബ്രഹാമിൻ്റെ പിന്തുടർച്ച അവകാശമില്ലെങ്കിലും ഇതാ കുഞ്ഞിൻ്റെ നിലവിളി സ്വർഗം കേട്ടിരിക്കുകയാണ്. ഇതാ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കുന്നു, കുഞ്ഞിന് ഞാൻ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് മഹാമാരിയും ദുർമരണങ്ങളും മരണഭയങ്ങളും അസൂയയും വെറുപ്പും ഭിന്നതയും യുദ്ധങ്ങളും ഈ ലോകത്ത് നിഴലുകൾ വീഴ്ത്തുമ്പോൾ, ഇരുള് വീഴ്ത്തുമ്പോൾ, ഈശോയെ എന്ന് വിളിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിക്കുമ്പോൾ
സങ്കീർത്തനം പറഞ്ഞതുപോലെ എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്വർഗം നോക്കിയുള്ള നിലവിളിയാണ് ഈ ലോകത്തിന് ആവശ്യം. എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ഞങ്ങളെ പാപത്തിൽ നിന്ന്, അകൃത്യത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗം തീർച്ചയായിട്ടും തുറക്കപ്പെടും. അങ്ങനെ മാനവകുലത്തിന്റെ നിലവിളി കേട്ടാണ് സ്വർഗം തുറക്കപ്പെട്ട് പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് നൽകിയത്. ഈ ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഏകപുത്രൻ നിലവിളിച്ചു, ഏലി ഏലി ലാമ സബ്ദാനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചങ്ക് പൊട്ടി നിലവിളിച്ചപ്പോൾ ദൈവം രക്ഷകന്റെ കാര്യത്തിൽ ഇടപെടുകയും 3-ാം ദിവസം അവനെ ഉയർപ്പിച്ചുകൊണ്ട് മരണമല്ല എല്ലാറ്റിൻ്റെ അവസാനമെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗതുല്യമായ വലിയൊരു അഭിഷേകം ഈ ലോകത്തിനുണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് 24-ാം അധ്യായത്തില്. അവിടെ വലിയൊരു മഹാമാരി പിടിപെട്ട് 3 ദിവസം കൊണ്ട് 70,000-ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ നാം കാണുന്നതാണ്. ആ മഹാമാരിയുടെ പകർച്ചവ്യാധിക്ക് കാരണം എന്താണ്? വെറും ഇടയച്ചക്കനായിരുന്ന ദാവീദിനെ ദൈവം എടുത്തുയർത്തി. ദൈവം അഭിഷേകം കൊടുത്തു. വലിയ അഭിഷേകമാണ് കൊടുത്തത്. അവന് സമ്പൽ സമൃദ്ധി കൊടുത്തു, അവൻ ഐശ്വര്യം കൊടുത്തു. നമുക്ക് ഇന്നുള്ളതുപോലെ കാറായി, വീടായി, സൗകര്യങ്ങളായി, ബിരിയാണിയായി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. ഐശ്വര്യത്തിൻ്റെ അടയാളമായി മാറി ദാവീദ്. അപ്പോൾ ദാവീദിൽ ഉടലെടുത്തത് എന്താണ്? സ്വാർത്ഥത, ഞാനെന്ന ഭാവം, പൊങ്ങച്ചം. വചനം പറയുകയാണ്, ദൈവം ഇസ്രയേലിന്റെ സംരക്ഷകൻ കർത്താവാണെന്നുള്ള ആ വലിയ ബോധ്യം ദാവീദ് ഉപേക്ഷിച്ച് ദാവീദ് ചെയ്തത് തൻ്റെ കൈക്കരുത്തിൽ അഭയം തേടി. താനാണ് വലിയവനെന്ന് അഭയം തേടി. അതുകൊണ്ട് സൈന്യാധിപന്മാരെ വിളിച്ചു പറഞ്ഞു, സൈന്യാധിപന്മാരെ, യുദ്ധത്തിന് ആരോഗ്യമുള്ളവരെ നിങ്ങൾ പോയി ഒന്ന് അന്വേഷിക്കുവിൻ. അങ്ങനെ അവർ കണ്ടുപിടിച്ചു, ഇസ്രായേലിൽ 8 ലക്ഷം പേരും യൂദയായിൽ 5 ലക്ഷം പേരും ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഇതാ ഇനി മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ വലിയ ശക്തനായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദാവീദിൻ്റെ തലക്കനം കണ്ടപ്പോൾ, ദാവീദിൻ്റെ അഹങ്കാരം കണ്ടപ്പോൾ സ്വർഗത്തിൻ്റെ മുഖം വാടി, സ്വർഗത്തിൻ്റെ മുഖം വാടി. അതുകൊണ്ട് സ്വർഗം തന്നെ ഗാദ് പ്രവാചകനിലൂടെ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ സ്വർഗത്തിനെതിരായി വലിയ പാപം ചെയ്തിരിക്കുന്നു. നീ ചെയ്ത പാപം ഇതാണ്, നിന്റെ സംരക്ഷകനും നിന്റെ നാഥനും കർത്താവാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് നീ അകന്നുകൊണ്ട് നീ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടു. നീ ഞാൻ എന്നുള്ള മനോഭാവത്തിന് അടിമപ്പെട്ടു. അതുകൊണ്ട് നിനക്ക് 3 ശിക്ഷകളാണ്. അതിലേതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ നീ പ്രവാസത്തിലേക്ക് പോകണം, അതായത് നിന്റെ രാജ്യത്തിൽ നിന്ന് ശത്രു രാജ്യത്തിൽ നീ ജീവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ശത്രു സൈന്യത്തിൽ നീ അടിമപ്പെടേണ്ടതായിട്ട് വരും. 3-മത് നീ പകർച്ചവ്യാധിക്ക് അടിമപ്പെടേണ്ടതായിട്ട് വരും. ഏറ്റവും അവസാനം കർത്താവ് കാരുണ്യവാനായതുകൊണ്ട് ഏത് പകർച്ചവ്യാധിയിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ദൈവം ഇടപെടുമെന്ന് കണ്ട് മറ്റുള്ളവയെല്ലാം ഉപേക്ഷിച്ച് പകർച്ചവ്യാധി തിരഞ്ഞെടുക്കുകയാണ്. അതിന് ഫലമായിട്ട് വചനത്തിലുണ്ട്, 3 ദിവസം കൊണ്ട് 70,000-ഓളം പേരാണ് അവിടെ മരിച്ചു വീണത്. അങ്ങനെ ദുർമരണത്തിൻ്റെ, മരണഭയത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദാവീദ് പശ്ചാത്താപിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്, ഏത് പാപിയുടെയും ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരുടെ മേൽ
കർത്താവിൻ്റെ സംരക്ഷണ കരം അവരുടെ മേൽ, ആ കുടുംബത്തിൻ്റെ മേൽ വരും. പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ മേലും അതോടൊപ്പം തന്നെ നല്ലവരുടെ മേലും മഴ പെയ്യ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദുഷ്ടന്റെ മേലും ശിഷ്ടരുടെ മേലും മഴ പെയ്യ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് ദാവീദിൻ്റെ കണ്ണുനീര് സ്വർഗം കേട്ടു. ദാവീദിനോടും അവൻ്റെ വംശത്തോടും ദൈവം കരുണ കാണിച്ചു. അത്ഭുതകരമായിട്ട് മഹാമാരിയിൽ നിന്ന് അവനെ രക്ഷിച്ചു. ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിച്ചുകൊണ്ട് ദാവീദ് പ്രായശ്ചിത്തം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ മരവിച്ച് നിൽക്കുന്നൊരു സമയമാണ്. നമുക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ വചനം പഠിപ്പിക്കുന്നത് നീ ആകുലപ്പെടേണ്ട, നീ അസ്വസ്ഥനാകേണ്ട, ഏത് കാറ്റും കോളും ആയിക്കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തില് ശിഷ്യന്മാര് കർത്താവിനോടൊപ്പം വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. കർത്താവ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ നമ്മുടെ അവസ്ഥയാണ്. നമ്മളൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. കർത്താവ്, എന്താണ് ചെയ്യേണ്ടത്? യുദ്ധങ്ങൾ ഒരു വശത്ത്, കുടുംബ തകർച്ചകൾ ഒരു വശത്ത്, മക്കളെ ഓർത്തുള്ള ഭയങ്ങൾ ഒരു വശത്ത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ, ആത്മഹത്യയുടെ ദുരാത്മാക്കൾ, എന്താണ് ചെയ്യേണ്ടെന്നറിയാതെ ഞങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടണം? ഏതു മഹാമാരി വന്നാലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട് എന്ന് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ, കർത്താവാണ് നിന്റെ രക്ഷകനെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, നിന്റെ അധരങ്ങൾ കൊണ്ട് നീ ഏറ്റുപറഞ്ഞാൽ, ഒരു മഹാമാരിയും ഒരു ദുർമരണങ്ങളും ഒരു കടബാധ്യതയും ഒരു സാമ്പത്തിക തകർച്ചയും നിന്നെയോ നിന്റെ കുടുംബത്തെയോ തൊടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് വചനം പഠിപ്പിക്കുന്നത്. അതാണ് കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ ഈശോയെ എന്ന് വിളിക്കുന്നവരുടെ മേൽ ഒരു മരണവും കടന്നു വരുവാൻ, ഒരു ദുർമരണവും കടന്നു വരുവാൻ ദൈവം അനുവദിക്കില്ല എന്ന് അനവധിയായ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. കടബാധ്യതകളുടെ മുൻപിൽ പോലും പതറി നിൽക്കുന്ന സമയത്ത്, ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നവര് ഈശോയെ എന്ന് വിളിച്ച് രക്ഷപ്പെട്ട എത്രയോ സാക്ഷ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ആൾക്കാർ വന്ന് പറയുന്നത്. വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ അഭയം തേടുക. ആ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 34:6, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം ചെയ്യേണ്ടത്, ഈ ലോകത്തിലെ വിശ്വാസികൾ ചെയ്യേണ്ടത്, ദൈവമക്കൾ ചെയ്യേണ്ടത്, മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ച് ഈ മഹാമാരിക്കെതിരെ പ്രതിരോധം തീർക്കണം. നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകമാണ്. ഈ അഭിഷേകമാണ് നമ്മളെ എളിമപ്പെടുത്തുന്നത്. ഈ അഭിഷേകമാണ് നമുക്ക് തുറവി നൽകുന്നത്. നമ്മുടെ അകൃത്യങ്ങളെക്കുറിച്ചോർത്ത് മനസ്തപിച്ചുകൊണ്ട് ദാവീദിനെ പോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ഗാഗുൽത്താ മലയിൽ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെ ശക്തിയാൽ നാമും നമ്മുടെ കുടുംബം രക്ഷപ്രാപിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ 4 അതിരുകളിൽ 16 കോണുകൾക്കുള്ളിൽ ഒരു ദുരാത്മാവും, ആത്മഹത്യയുടെ ദുരാത്മാവാകട്ടെ, കടബാധ്യതകളുടെ ദുരാത്മാവാകട്ടെ, ഭിന്നതയുടെ ദുരാത്മാവാകട്ടെ, കലഹത്തിൻ്റെ ദുരാത്മാവാകട്ടെ, പ്രബലപ്പെടാൻ കർത്താവ് ഈശോ അനുവദിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എൻ്റെ മക്കളെല്ലാവരും ഒന്ന് കരങ്ങൾ ഇങ്ങനെ ഇരുവശങ്ങളിലേക്ക് വിരിച്ചു പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കർത്താവ് ഈശോനെ കർത്താവിനെ കണ്ട് ഈ വചന പ്രഘോഷണത്തിനിടയിൽ ഈ വചനം കേൾക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്, നടുവ് തളർന്ന മക്കളുണ്ട്,
തലവേദനകളുള്ളവരുണ്ട്, കടബാധ്യതകളുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത മക്കളുണ്ട്. അവരെല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ദാവീദിനോടൊപ്പം ഹാഗാറിൻ്റെ കുഞ്ഞ് ഇസ്മയേൽ നിലവിളിച്ചതുപോലെ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടുകൊണ്ട് മാനവകുലത്തിൻ്റെ മേൽ ദൈവം കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ നന്ദി. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. എല്ലാവരും ചേർന്ന് പാടിക്കാൻ മക്കളെ, എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ യേശുവേ സ്തുതിച്ച് എല്ലാവരും പാടിക്കേ. ആരാധന യേശുനാഥ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ നോക്കി ഈ ശാലോം ശുശ്രൂഷയോട് ചേർന്ന് ഈശോയെ ആരാധിച്ച മക്കളെ, എല്ലാ സങ്കടങ്ങളും, ലോകത്തെ ബാധിച്ച പകർച്ചവ്യാധികളും, മാരകമായ മരണഭയങ്ങളെല്ലാം വിട്ടുമാറട്ടെ. നിൻ കരമൻ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കരങ്ങൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ കരങ്ങൾ ഉയർത്തി യേശുപരാ, യേശുവേ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഞങ്ങളെല്ലാവരും ആരാധിക്കുന്നു ഈശോയെ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, ആമേൻ ഈശോയെ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധന ആരാധന. സാധിക്കുന്ന ഒരു കരങ്ങളൊക്കെ വീശി ഈശോയെ ആരാധിച്ച മക്കളെ, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്, നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കുള്ള ഉത്തരമാണ്, നമ്മുടെ ആകുലതകൾക്കുള്ള ഉത്തരമാണ്. ആരാധന യേശുനാഥ. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. കരങ്ങളൊക്കെ വീശിക്കോ മക്കളെ. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഭയങ്ങളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ തൊട്ടേക്കണേ ഈശോയെ. ഒറ്റപ്പെട്ടു പോയ മക്കളെ സ്പർശിക്കണമേ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ആകുലതകൾക്കും അസ്വസ്ഥതകൾക്കും നമ്മളെ ബാധിച്ചിരിക്കുന്ന ഭയങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമെല്ലാം ശക്തമായ ഉത്തരമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. മക്കളെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി പറഞ്ഞേ ഹല്ലേലൂയ. വലത് കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അച്ഛനോടൊപ്പം ഒന്ന് കർത്താവിനെ ആരാധിച്ച് കർത്താവ് ഈശോയെ ഏറ്റുപറഞ്ഞ് കർത്താവ് ഈശോയെ അവിടുന്ന് സത്യമായിട്ടും ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഈ ലോകത്തിന് അത്ഭുതകരമായ ഡെലിവറൻസ് നൽകുന്നതിന് വേണ്ടിയാണ്. ലോകത്തെ ബാധിച്ചിരിക്കുന്ന മരണത്തിന്റെ ശാപത്തിന്റെ നിഴലിനെ, ഇരുളിനെ, ഇരുട്ടിനെ, അന്ധകാരത്തെ ബഹിഷ്കരിക്കാൻ, ശാസിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഓടിച്ചു കളയാൻ പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈശോയെ ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ എത്രമാത്രം ശക്തിയുള്ളവരാണെങ്കിലും നീയില്ലെങ്കിൽ ഞങ്ങൾ സീറോയാണെന്ന് മനസ്സിലാക്കുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ ദിവ്യമായ ചൈതന്യം, ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ പറമ്പിന്റെ മേൽ, ഞങ്ങളുടെ വാഹനങ്ങളുടെ മേൽ, ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. കർത്താവായ ഈശോയെ, ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. സൗഖ്യത്തിന്റെ അനുഭവം കൊടുക്കണമേ. ഒറ്റപ്പെട്ടു പോയ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വിദേശങ്ങളില് ഒറ്റപ്പെട്ടു പോയി മരുന്ന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥകളിലുള്ള എല്ലാ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. എല്ലാവരും കരങ്ങൾ കുപ്പിപ്പിടിച്ച് തലയൊന്ന് കുമ്പിട്ട് കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരെല്ലാവരും തന്നെ കർത്താവിനെ നോക്കി പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടൊന്ന് ചോദിച്ചു വാങ്ങിച്ച് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരണം. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ പോസിറ്റീവ് എനർജിയാണ്. സ്വർഗം നൽകുന്ന രോഗശാന്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സ്വർഗം നൽകുന്ന വെളിച്ചമാണ്, തെളിച്ചമാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ബാധിച്ച, മാനവകുലത്തെ ബാധിച്ച ഇരുള്, ഇരുട്ട് വിട്ടുമാറുകയും അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിനെ നമ്മുടെ പറമ്പിലേക്ക്, നമ്മുടെ ഓരോ റൂമിലേക്ക്, നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക് എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ ബലപ്പെടുത്തുമ്പോൾ ഏത് മഹാമാരിയാണെങ്കിലും നമ്മുടെ മുൻപിൽ ഒന്നുമല്ലാതായി തീരും. ഇന്ന് ഈ ലോകത്തിന് ആവശ്യം പരിശുദ്ധാത്മാവാണ്. ആദിമ കത്തോലിക്ക സഭയില്, ആദിമ സഭയില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാം ശക്തി പ്രാപിച്ചു, അവരെല്ലാം ബലം പ്രാപിച്ചു. മരണത്തിന് മുൻപിൽ പോലും പതറാതെ അവരെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ സ്ലീഹന്മാരിൽ ഇറങ്ങി വന്ന
അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇറങ്ങി 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 വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റിയാ 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 റിയാ. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിച്ച് ദൈവാത്മാവിനെ ഇറങ്ങി വന്ന് സ്തുതിച്ച് 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 പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിക്കട്ടെ. എല്ലാവരും കരങ്ങളടിച്ചെന്ന് പാടിക്കോ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഈശോ ഈശോ പരിശുദ്ധാത്മാവേ യേശുവേ ശക്തി പകർന്നിടണേ. എല്ലാ കുടുംബങ്ങളുടെ മേല് അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് പാടിക്കോ മക്കളെ. ശക്തി പകർന്നിടണേ. എല്ലാവരും ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മുടെ എല്ലുകളെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ കോശങ്ങളെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ ബുദ്ധിയെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ തൊണ്ടയെ ബലപ്പെടുത്തട്ടെ. ക്യാൻസർ രോഗികൾ ബലം പ്രാപിക്കട്ടെ, തളർവാദ രോഗികൾ ബലം പ്രാപിക്കട്ടെ, തലവേദനയുള്ളവർക്ക് സൗഖ്യം ലഭിക്കട്ടെ, എല്ലാ അന്ധകാര ശക്തികൾ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ, കോവിഡ് ബാധിതർ സൗഖ്യം പ്രാപിക്കട്ടെ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ നിമിഷം തന്നെ സൗഖ്യം ലഭിക്കട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ യേശുവേ അതിശയം ലോകത്തിൽ നടക്കട്ടെ. ഈശോയേ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. യേശുവേ ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ ശക്തി 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 പകർന്നിടണേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ശക്തി ലഭിക്കട്ടെ മക്കളെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ എല്ലാ യുവജനങ്ങളുടെ മേൽ, ശക്തി പകർന്നിടണേ. എല്ലാ വിദ്യാർത്ഥികളുടെ മേൽ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. മാരകരോഗം ബാധിച്ച എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആത്മഹത്യ ചെയ്യണം ചിന്തിക്കുന്ന എല്ലാവരുടെ മേൽ ഹല്ലേലൂയ ഈശോ ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ പാവ പാവ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാടിക്കേ പാടിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഡെലിവറൻസ് ലോർഡ്. കർത്താവേ നിന്റെ ശക്തി ഇപ്പോൾ തന്നെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. കർത്താവേ നിന്റെ അഭിഷേകം ഇപ്പോൾ തന്നെ ദൈവജനത്തിൽ ലഭിക്കട്ടെ. ഈ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ ശക്തി പ്രകടമാകട്ടെ. ഇസ്രായേലിനെ രക്ഷിച്ച ദൈവമേ, ദാവീദിന്റെ നിലവിളി കേട്ട ദൈവമേ, ആഗാറിന്റെ കുഞ്ഞിന്റെ നിലവിളി കേട്ട ദൈവമേ, ലോകത്തിന്റെ കണ്ണുനീര് ഇപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. കർത്താവിന്റെ അഭിഷേകം, ദൈവനാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി ഈ ലോകത്തിന് മേൽ ഇപ്പോൾ തന്നെ വന്നിറങ്ങട്ടെ.
ലോകത്തെ ബാധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. പുതിയ അഭിഷേകം ലോകത്തിന് ലഭിക്കട്ടെ. ആന്തരിക ശക്തി ലഭിക്കട്ടെ. തളർച്ചകൾ വിട്ടുമാറട്ടെ. തളർവാദങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാവിധ തിന്മകൾ ഒഴിഞ്ഞു പോകട്ടെ. കർത്താവ് യേശുവിന്റെ അധികാരം, കർത്താവ് യേശുവിന്റെ അധികാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ലോകത്ത് പ്രകടമാകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, സൗഖ്യത്തിന്റെ നാഥ, യേശുനാഥ, രോഗികളെ സുഖപ്പെടുത്തുന്നവരെ, മാരകരോഗത്തെ സുഖപ്പെടുത്തുന്നവരെ, തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നവരെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവനെ, കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്തവനെ, കർത്താവായ ഈശോയെ, നിന്റെ നാമത്താൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അടയാളങ്ങൾ നടക്കട്ടെ. മാരക രോഗങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ. സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. എല്ലാവിധത്തിലും ആഭിചാരങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാവിധത്തിലും കൂടോത്രങ്ങൾ വിട്ടുമാറട്ടെ. സകലവിധ തിന്മകൾ ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, റിയ 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 ഈശോയേ, 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 ഈശോയേ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഈശോയെ നോക്കി പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്. Praise the Lord. എല്ലാ മാരക രോഗങ്ങളും ലോകത്ത് നിന്ന് വിട്ടുമാറാൻ നമ്മുടെ ഒരൊറ്റ നിലവിളി മതി. ആഗാറിന്റെ കുഞ്ഞ് നിലവിളിച്ചത് അച്ഛൻ പറയുകയുണ്ടായി. ദാവീദ് കരഞ്ഞ് നിലവിളിച്ചു, കർത്താവേ, ഞങ്ങളെ ബാധിച്ച തിന്മകളെല്ലാം ബഹിഷ്കരിക്കപ്പെടണമേ. നിലവിളിച്ചപ്പോഴ് കർത്താവ് ഉത്തരം കൊടുത്തു. ഹാഗാറിന്റെ കുഞ്ഞിനെ ദുർമരണത്തിൽ രക്ഷിച്ചതുപോലെ ഈ ലോകത്തെ ദുർമരണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ എല്ലാവരും കരങ്ങൾ ഉയർത്തി അച്ഛനോടൊപ്പം ഒന്ന് വിളിച്ച് എൻ്റെ ഈശോയേ നിലവിളിച്ച് വിളിച്ച് എൻ്റെ ഈശോയേ. ഈ ഒരൊറ്റ വിളി മതി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏത് മഹാമാരിയാണെങ്കിലും ഏത് അസ്വസ്ഥതയാണെങ്കിലും നമ്മുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടാൻ പറഞ്ഞേ ആമേൻ. ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയ്ക്ക് നിങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അത്ഭുതകരമായ ഡെലിവറൻസ് ഈശോയ്ക്ക് ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിന് ഇന്ന് നിന്റെ കുടുംബത്തെ, നിന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഈശോയെ നോക്കി നിലവിളിച്ചാൽ മതി. എൻ്റെ കർത്താവേ, വിദൂരങ്ങളിലുള്ള ദൂരദേശത്തുള്ള എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ സഹോദരനെ, എൻ്റെ അയൽവാസി, എൻ്റെ ബന്ധുവിനെ കാത്തുകൊള്ളണമേ എന്ന് നിലവിളിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ്, സ്വർഗത്തിൻ്റെ ആത്മാവ്, പെന്തക്കോസ്തിയുടെ ആത്മാവ് നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് സൗഖ്യം കൊടുക്കും. ആമേൻ. അവർക്ക് വിടുതൽ കൊടുക്കും. ആമേൻ. അവർക്ക് രോഗശാന്തി കൊടുക്കും. പറഞ്ഞേ ആമേൻ. അവർക്ക് ആശ്വാസം കൊടുക്കും. അവരെ ധൈര്യപ്പെടുത്തും. പറഞ്ഞേ ആമേൻ. അവരെ ധൈര്യപ്പെടുത്തും. ആമേൻ. അവർക്ക് ശക്തി കൊടുക്കും. ആമേൻ. മാരകമായ കൈവശങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കും. ആമേൻ. ദുർബോധങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും ലോകത്തെ രക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജർമ്മനിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു മകനും അവൻ്റെ കൂട്ടുകാരും വിളിച്ചു. അവരൊരുമിച്ചാണ് താമസിക്കുന്നത്. അവിടെ അതിലൊരാൾക്ക് മാരകമായ കോവിഡ് ബാധിച്ചു. അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ നിലവിളിക്കുകയാണ്, ഞങ്ങളുടെ ഈ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെന്തോ ധൈര്യപ്പെട്ടുകൊണ്ട് അവൻ്റെ അടുത്ത് ടെലിഫോണുകളൊക്കെ പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും, ഞങ്ങളെല്ലാവരും നിലവിളിച്ചത്, ഈശോയെ, ഈ ഞങ്ങളുടെ സഹോദരൻ്റെ മേൽ നിന്റെ ആത്മാവിനെ നൽകി അവനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ 4-5 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായ അഭിഷേകം. ടെലിഫോണുകളിലൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള എനിക്കും ജർമ്മനിയിൽ നിന്ന് എന്നോടൊപ്പം പ്രാർത്ഥിച്ച സഹോദരങ്ങൾക്കും ഒരേ സമയം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അനുഭവമായിരുന്നു. തുടർന്ന് ആ സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, ആ ഒരൊറ്റ മിനിറ്റ് മുതൽ ഞങ്ങളുടെ സഹോദരൻ്റെ മേലുള്ള, ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ മേലുള്ള ബുദ്ധിമുട്ടുകള്, അവൻ്റെ ഭയങ്ങള് അത് വിട്ടുമാറുകയും അവന് വലിയ ധൈര്യം ലഭിക്കുകയും അധികം താമസിക്കാതെ തന്നെ അവർ പിന്നീട് സാക്ഷ്യപ്പെടുത്തി
അത്ഭുതകരമായ രോഗശാന്തി കർത്താവ് കൊടുത്തുകൊണ്ട് ആ മകനെ സുഖപ്പെടുത്തുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഈ ഷാലോം ടിവിയിലൂടെ ഈ വാരാന്ത്യ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസത്തെ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ വളരെ ശക്തമായ അഭിഷേകത്തിൻ്റെ ആരാധനയാണ് നമ്മൾ കാണാനും നമ്മൾ അനുഭവിക്കാനും പോകുന്നത്. നമുക്ക് പരിചയമുള്ള എല്ലാ മക്കളെയും വിളിച്ചു പറയണം, നാളെയും മറ്റന്നാളും ഈ സമയത്തുള്ള വചനപ്രഘോഷണത്തിലും ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നതിന് കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും മക്കളെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും മക്കളെ. എൻ്റെ പൗരോഹിത്യത്തിലൂടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നതാണ്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബാധകൾ ഒഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു എന്ന് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ വയറ്റിലെ മുഴകൾ ചുരുങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വയറ്റിലുണ്ടായിരുന്ന മുഴകൾ കർത്താവ് ചുരുക്കിക്കളഞ്ഞ സാക്ഷ്യങ്ങളുണ്ട് മക്കളെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ കർത്താവ് കരിച്ചു കളയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈശോ കരിച്ചു കളഞ്ഞ അനുഭവങ്ങൾ എനിക്കുണ്ട്. ആ വിശ്വാസത്താലാണ് യേശുവിൻ്റെ അധികാരത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ലോകത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരികളും മാരക രോഗങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, വചനം പറയുന്നു, വിശ്വസിക്കുന്നവരുടെ മേൽ അടയാളങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ അടയാളങ്ങൾ സംഭവിക്കും. അവർക്ക് രോഗശാന്തി ലഭിക്കും, അവർക്ക് ഡെലിവറൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ നിമിഷം വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് ചേർന്ന് വളരെ ഒരു ചെറിയ ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം മക്കളെ. യേശുവേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, എല്ലാവരും ചേർന്ന് ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. യേശുവേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചു, സത്യത്തിലും ആരാധിക്കുന്നേ, എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറി ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ലോകം മുഴുവനും വേണ്ടി കർത്താവ് ഈ ആരാധന അവിടുന്ന് ഏറ്റെടുക്കണമേ. ഈശോയെ, ഈ സ്തുതിപ്പ് അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവേ. പത്രോസിനെയും പൗലോസിന്റെ മേൽ ബാധിച്ചിരുന്ന ബന്ധനങ്ങൾ സ്തുതിപ്പിലൂടെ എടുത്തു മാറ്റിയ കർത്താവേ, ഈ ലോകം മുഴുവനെ ബാധിച്ചിരിക്കുന്ന മഹാമാരി എന്ന വലിയ അടിമച്ചങ്ങല ഇന്ന് തന്നെ പൊട്ടിച്ചെതറപ്പെടട്ടെ കർത്താവേ. ഈ നിമിഷം തന്നെ 10,000-ങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ കർത്താവേ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കൽ മൺകുടമുടയും, തീ കത്തിയിടും, ആരാധനയെങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കൽ മൺകുടമുടയും, തീ കത്തിയിടും, ആരാധനയെങ്കൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചു, ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യത്തിൻ്റെ വലിയ അഭിഷേകമാണ് ഈ നിമിഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് 1000-ങ്ങളെ തൊടുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ മക്കളുണ്ട്. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ മേൽ വളരെ ശക്തമായിട്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങി വരികയും
അനേക കുടുംബങ്ങളിൽ നിന്ന് കലഹത്തിന്റെ ദുരാത്മാക്കള്, വെറുപ്പിന്റെ ദുരാത്മാക്കള്, ആത്മഹത്യയുടെ ദുരാത്മാക്കള്, നിരാശയുടെ ദുരാത്മാക്കള്, മാനസിക പീഡയുടെ ദുരാത്മാക്കള്, മഹാമാരിയുടെ ദുരാത്മാക്കള് ഒഴിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. വലിയ അഭിഷേകമാണ് അച്ഛന് ലഭിക്കുന്നത്. ക്യാൻസർ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വലിയ അഭിഷേകം കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുക. അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ച കർത്താവ് ഈശോയെ, അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ കർത്താവ്, ലോകത്തെ ബാധിച്ച വലിയ ഇരുള് മാനവകുലത്തെ മുഴുവൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എന്റെ ഈശോയെ ഞങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എന്റെ കർത്താവേ, ഈ കാലഘട്ടത്തില് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈശോ എന്ന ഒരൊറ്റ നാമത്തിന്റെ മുൻപിൽ അഭയം നേടി വിടുതൽ പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങള്, എല്ലാ കെട്ടുകള്, മഹാമാരികള്, ദുരന്തങ്ങള് കർത്താവേ, നിന്റെ നാമത്തിന്റെ അഭിഷേകത്താ, നിന്റെ നാമത്തിന്റെ ശക്തിയാ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ വിട്ടുപോകട്ടെ, വിട്ടുമാറട്ടെ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ. കർത്താവായ ഈശോയെ, നിന്റെ തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം ഈ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടെ ഒഴുക്കണമേ. ഗാഗുൽത്താ മലയിൽ ചങ്ക് കുത്തി തുറന്ന് തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകിയ ഈശോയെ, ഒരിക്കൽ കൂടെ ഈ ലോകത്തെ കഴുകണമേ. ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ മാരക രോഗങ്ങളെ ബഹിഷ്കരിക്കണമേ ഈശോയെ. വംശീയതകള്, വെറുപ്പുകള്, യുദ്ധങ്ങള്, അസ്വസ്ഥതകള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താ ഇപ്പോൾ തന്നെ ബഹിഷ്കരിച്ച്, ബന്ധിച്ച്, ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവയെല്ലാം ഈ ലോകത്ത് നിന്ന് വിട്ടുപോകട്ടെ. ഒരൊറ്റ വിളി വിളിച്ച ഈശോയെ, നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. വണങ്ങുക, സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നെ ഗജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഐവീതം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വിക ദൈവനാമേ. യേശുവേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും